Hello guys. Hello guys. ഹലോ പറ. ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ മലയാളി കട. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. ദേ ഞാൻ ചോദിച്ച സാധനം ഇരിക്കുന്നു. ഞാനൊരു സാധനം ചോദിച്ചു, ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനവും ഉണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസം ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണേ. ഗോട്ട് ഇറ്റ്. ഇതേ നമ്മുടെ ചെറുപഴം. ഇതിവിടെ കാണുമ്പോൾ എല്ലാം ഞങ്ങൾ എടുക്കാറുണ്ട്. മൈ ഫേവറേറ്റ് ചെറുപഴം. ആൻഡ് നാട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രഷ് ഐറ്റംസും ഇവിടെ ഉണ്ട്. നമുക്ക് പുട്ടുപൊടി എടുത്തിട്ട് വരാം. ആക്ച്വലി എടുക്കാൻ വന്നത് ജിഞ്ചർ പേസ്റ്റ് ആൻഡ് ഗാർലിക് പേസ്റ്റ്. എല്ലാം ഉണ്ട്, നാട്ടിലെല്ലാം ഇവിടെ കിട്ടും. പപ്പടം, മുരിങ്ങാക്കോല്, കോവയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, പിന്നെ പേരാണോടാത്തതെന്ന് തോന്നുന്നു, പടവലങ്ങയെന്ന് തോന്നുന്നു, ഫ്രഷ് ഗാർലിക്, ജിഞ്ചർ, മരിച്ചീനി വരെ, നാട്ടിലെ ഏത്തപ്പഴം എല്ലാം ഉണ്ട്, ഇൻക്ലൂഡിങ് വൈൻസ്. നമുക്കിത് പേ ചെയ്തിട്ട് പോവാം. ഇന്ന് ഐശ്വര്യമായിട്ട് നമ്മളാണ് ഓർഡർ ചെയ്യണത് ഈ വർഷം. നമുക്ക് പേരിൽ மட்டும்தான் கோட் இருக்கு. അവൻ കഴിഞ്ഞോട്ട് ഇവിടെ വന്നിട്ട് ഇതെടുത്തിട്ട് ഇത് മിഠായി എടുക്കാനാണ്. ഇറക്കി വിട്. ആന വീട്ടിലെല്ലാം കൊണ്ടുപോയി സ്റ്റോക്ക് പണി വെക്കുന്നത്. ആ ഇറങ്ങുന്നതിന്റെ ആ ഒരു ഉത്സാഹം കണ്ടു. ആ കഴിഞ്ഞ വട്ടം ഇത് തന്നെയായിരുന്നു, പക്ഷെ അത് പ്രോട്ടീനാണ്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ വീട്ടിലോട്ട് നടക്കാണ്. പോകുന്ന വഴിക്ക് ഫുഡ് എന്തെങ്കിലും വേ ബാക്ക്. ഇതാണ് ഇവിടുത്തെ ടൗൺ സെന്റർ. ഇവിടുത്തെ പാവങ്ങളുടെ കട. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാട്ടോ, ഗ്രീക്ക് ഫുഡ്. ഒരു വട്ടം ട്രൈ ചെയ്തായിരുന്നു. ഇനി നടക്കാനുണ്ട് കുറച്ച് ദൂരം, കുറച്ചധികം ദൂരം. ഡെയിലി ഷിഫ്റ്റിന് പോകുമ്പോഴും വരുമ്പോഴും ഇത്രയും ദൂരം ഞാൻ നടന്നാണ് പോകുന്നത്. ജസ്റ്റ് 2 kilometers. നമ്മുടെ ഇവിടുത്തെ ജയൻറ്റ് വീലാണ്. ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളും ഇതിവിടെ കാണാറുണ്ട് അല്ലേ? വിൻ്ററിലില്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടാകാറുണ്ട്. അങ്ങോട്ട് പോയ ബീച്ചാണ്, അത് ബീച്ച് സൈഡ്. നമുക്ക് ഈ സ്ട്രീറ്റിൻ്റെ ഡെഡ് എൻഡിലാണ് നമ്മുടെ വീട്, ഇപ്പോൾ താമസിക്കുന്ന വീട്. ഇല്ലേ,
ഡെഡ് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ വീടുള്ളതിനെയാണ് ഞാൻ ഡെഡ് എൻഡ് ആക്കിയത്. ഓക്കെ, സോ ഇതിൻ്റെ എൻഡിലാണ് നമ്മുടെ വീടുള്ളത്. ഇവിടുത്തെ കടകളൊക്കെ ഒരു 5 മണി അല്ലേ, 5 മണിയാകുമ്പോൾ അടയ്ക്കും. 6 മണിക്ക് 6 മണി എന്നൊക്കെ പറയും. 5-5:30 ആകുമ്പോഴത്തേക്ക് അവർ ക്ലോസിങ്ങിൻ്റെ ആ ഒരു പരിപാടി തുടങ്ങും. 5:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറ്റുന്നതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും. പിന്നെ ആകെ ഫുഡ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ലേറ്റ് നൈറ്റ് ഉണ്ടാവാറുണ്ട്. മാർക്ക് ആൻഡ് സ്പെൻസർ, JD ഉണ്ട്, സ്പോർട്സ് ഡയറക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. തൊട്ടടുത്താണ്. ഓപ്പൺ ആൻഡ് ഷോർട്ട്. Poundland, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ്. നമ്മുടെ നാട്ടിലെ രാമചന്ദ്രനൊക്കെ പോലെ അല്ലേ മിസ്റ്റർ അച്ഛൻ? പക്ഷെ അത് തുണിക്കടയാണ്. ഇത് നമ്മുടെ ഡ്രസ്സില്ല, ബാക്കി ഫുഡ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടും. ഡ്രസ്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഓ സോറി ഗൈസ്, ഡ്രസ്സുണ്ട് ഗൈസ്. പക്ഷെ കൂടുതലും നമ്മുടെ എന്തുപോലെ മാർജിൻ ഫ്രീ പോലെയൊക്കെ അല്ലേ? എൻ്റെ എക്സ്പ്ലനേഷൻ കണ്ട് ഗോഡ്വിൻദാസിന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. മിസ്റ്റർ ഗോഡ്വിൻദാസ്, എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ മനോനില? ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഓക്കെ, കൈ കഴുകിയിരിക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, ഓൾമോസ്റ്റ് മിക്ക കടകളും, എസ്പെഷ്യലി തുണിക്കടകൾ, ഒന്നും ഇവിടെ വാഴില്ല. എല്ലാവരും ക്ലോസ് ചെയ്ത് പോവാം. കാര്യം എന്നാണെന്നറിയോ? ഇവിടെ ഭൂരിഭാഗവും ഓൾഡ് ഏജ് പോപ്പുലേഷനാണ്. ഈ ഷോപ്പൊക്കെ അടച്ചു പൂട്ടിയിട്ട് അവരെന്ത് ചെയ്യുമെന്നറിയോ? ദേ വിൽ സ്റ്റാർട്ട് റെസ്റ്റോറൻറ്റ്സ്. അതിവിടെ ഭയങ്കര റണ്ണിങ്ങാണ് അല്ലേ? നമ്മൾ ഷവർമ ഷോപ്പിൽ കയറാൻ പോകണം. കയറുന്നതിന് മുന്നേ മെനു നോക്കിയിട്ട് അവിടെയാണ് കട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് മേടിക്കാൻ പോകുന്നത്. So that's a question to you guys. നമ്മൾ പാർസൽ വാങ്ങി ഇറങ്ങി ഗൈസ്. ഡാഡി സ്ട്രോളറേ ഇരിക്കുന്നില്ല. കൈ പിടിക്കേ, കൈ പിടിക്കണം. ഡാഡിക്ക് തനിയെ നടക്കാനാണ് ഇഷ്ടം. ഇനിയുണ്ട് നടക്കാൻ വീട്ടിലോട്ട്. ഡാഡി നടന്നും അടുത്ത ഡാഡി എൻ്റെ ഒക്കത്ത് കയറി ഗൈസ്. എവിടെ പോണ ഡാഡി? വെർസ് മമ്മ? വെർസ് മമ്മ? വെർസ് മമ്മ? മമ്മ എവിടെ? വെർസ് അഞ്ജു? അഞ്ജു? അവന് ക്യാമറ ഓണാക്കുമ്പോൾ അറിയാം, പിന്നെ അവൻ അനങ്ങൂല അല്ലേ ഡാഡി? We're going home. ഇനിയുണ്ട് നടക്കാൻ. നടന്നിട്ട് എത്തുന്നില്ല ഗൈസ് അല്ലേ ഡാഡി? ഡാഡി നടന്നു മടുത്തു. ഇങ്ങനെ ഇവ ഇടയ്ക്ക് ഒക്കത്ത് കയറുന്നതുകൊണ്ടാണ് സ്ട്രോളർ മേടിച്ചത് അല്ലേ? ഒരു ഉമ്മതാ ഇങ്ങനെ ഉമ്മ തരും. ഒരു ഉമ്മതാ ഉമ്മ തരാൻ പറഞ്ഞപ്പോൾ ചോദിച്ചു.
വീട്. That's all for now. Bye.